ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫോണുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇപ്പം 30,000 രൂപയ്ക്ക് താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്ന ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ. അത് നമുക്ക് 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ തന്നെ X7 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം ഇതിലും സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, സെയിം ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Dimensity 8400 Ultra എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO 10R എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6400 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് റിയൽമി GT6 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോണുകളിലൊക്കെ ക്യാമറയിൽ ഇപ്പം പെരിസ്കോപ്പ് ലെൻസോ ടെലിഫോട്ടോ ലെൻസോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പം പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. ക്യാമറയിൽ ബെറ്റർ ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഫോണുകൾ. ഇനി റിയൽമിയുടെ തന്നെ ഒരു ഫോണ് 26,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P3 Ultra എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ MediaTek Dimensity 8350 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഇതും നോക്കാം. പിന്നെ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് വിവോയുടെ തന്നെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultra എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് OnePlusൻ്റെ തന്നെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് OnePlus Nord 4 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 28,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇതിൽ 6.74 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 28,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസും ടെലിഫോട്ടോ ലെൻസൊക്കെ കിട്ടുന്ന ചില ഫോണുകൾ വരുന്നുണ്ട്. ഇനി അങ്ങനത്തെ ചില ഫോണുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു ഫോണാണ് Nothing Phone 3a എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൂടി വേണം എന്നുണ്ടെങ്കിലും ഈ ഒരു നത്തിങ്ങിൻ്റെ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം Nothing Phone 3a 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും
32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്, 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് നത്തിങ് ഫോൺ 3A Pro എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട് 28,300 രൂപ പ്രൈസ് റേഞ്ചിൽ. അതിലോട്ട് വരുമ്പോൾ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റെഡ്മിയുടെ ഭാഗത്ത് നിന്ന് റെഡ്മി നോട്ട് 14 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലും സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലും വരുന്നത്. പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 6200 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ റിയൽമിയുടെ കാര്യത്തിൽ റിയൽമി 14 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലും സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലും പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി GT6 കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ ടെലിഫോട്ടോ ലെൻസ് ആണ് എന്നേ ഉള്ളൂ, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ക്യാമറയല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണ്ടത് എന്നുണ്ടെങ്കിൽ. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 60 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 8350 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രോസസ്സറും പെർഫോമൻസ് ഒക്കെയാണ് മെയിനായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ F6 അല്ലെങ്കിൽ ഐക്യൂനിയോ 10R സെലക്ട് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പോക്കോ X7 Proയും സെലക്ട് ചെയ്തേക്കാം. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഒരു ഫോൺ സെലക്ട് ചെയ്തേക്കാം. പിന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളുടെ കാര്യത്തിൽ റെഡ്മി നോട്ട് 14 Pro Plus അല്ലെങ്കിൽ റിയൽമി 14 Pro Plus അല്ലെങ്കിൽ നത്തിങ് ഫോൺ 3A Pro ഒക്കെ സെലക്ട് ചെയ്തേക്കാം. പിന്നെ ക്യാമറ എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി GT6 ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.